മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയില് ആകാശലോകത്ത് വെച്ച് പല പ്രവാചകന്മാരെയും കണ്ടുമുട്ടിയപ്പോ ആ കൂട്ടത്തിൽ സക്കരിയ അലൈഹിസ്സലാമിനെ കണ്ടപ്പോ സലാം പറഞ്ഞു. ചോദിച്ചു, സക്കരിയ യാ അബാ യഹ്യാ, ഓ സക്കരിയ നബി, ഖബ്ബിർനി അൻ ഖത്ലിക കൈഫ കാൻ, നിങ്ങൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടു പോയതെന്ന് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? വലിമ ഖതലക ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീലുകാര് നിങ്ങളെ എങ്ങനെ എന്തിനു വേണ്ടി വധിച്ചു കളഞ്ഞു എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? സക്കരിയ നബി അലൈഹിസ്സലാം പറയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്ന യഹ്യാ കാന ഖൈറാഹി സമാനിഹി വകാന അജ്മലഹും വഅസ്ബഹഹും വജ്ഹാ. അതേ, എൻ്റെ മകനാകുന്ന യഹ്യ ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു, ഏറ്റവും നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരനായിരുന്നു, നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു എൻ്റെ പൊന്നു യഹ്യ. ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല വ്യക്തിയായിരുന്നു. വകാന ലാ യഹ്താജു ഇലൻ നിസാ, പല സ്ത്രീകളും എൻ്റെ പ്രിയപ്പെട്ട മകൻ യഹ്യയെ അവരുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യഹ്യയെ അതിന് കിട്ടിയില്ല, യഹ്യ അതിനു തയ്യാറായില്ല. അവസാനം നാട്ടിലെ രാജാവിന്റെ ഭാര്യയുണ്ട്. ആ ഭാര്യ വല്ലാത്ത തെമ്മാടിയായ പെണ്ണാണ്, വലിയ മോശക്കാരിയായ പെണ്ണാണ്. അതേ, ആ പെണ്ണ് യഹ്യയെ കാണുകയും യഹ്യയെ എനിക്കൊന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമം നടത്തുകയും ചെയ്തു. യഹ്യയെ ക്ഷണിച്ചിട്ട് പലരെയും പറഞ്ഞേച്ചു. പക്ഷേ യഹ്യാ നബി അലൈഹിസ്സലാം അവര് പ്രവാചകരാണല്ലോ, റബ്ബിന്റെ നബിയാണല്ലോ, അല്ലാഹു തആല അവരെ മഅസൂമാക്കിയിട്ടുണ്ടല്ലോ, ഒരു തെറ്റും അവരിൽ നിന്ന് വരൂലല്ലോ. വംതനഅ യഹ്യാ വഅബാ അലൈഹാ, യഹ്യാ അലൈഹിസ്സലാം അതിന് മുതിർന്നില്ല, അതിനു തയ്യാറായില്ല. വഅജ്മഅത് അലാ ഖത്ലി യഹ്യാ, ഈ പെണ്ണൊരു തീരുമാനമെടുത്തു, യഹ്യയെ എങ്ങനെയെങ്കിലും കൊന്നുകളയണോ, യഹ്യയെ എങ്ങനെയെങ്കിലും വധിച്ചു കളയണോ. എന്റെ വഴിക്ക് വരാത്ത, ഞാൻ ക്ഷണിച്ചിട്ട് എന്റെ അടുക്കലേക്ക് വരാത്ത, ഞാനാളെ പറഞ്ഞേച്ചിട്ട് അതിന് മുതിരാത്ത ഈ യഹ്യയെ വെച്ചേക്കാൻ പറ്റൂല. യഹ്യയെ കൊന്നുകളയണമെന്ന് തീരുമാനിച്ചു. അന്ന് ആ നാട്ടുകാർക്ക് ആ സമയത്ത് അതാ എല്ലാ വർഷവും നടക്കുന്ന വലിയ ഒരു ആഘോഷമുണ്ട്, അവരുടെ ഒരു പെരുന്നാൾ ആഘോഷമുണ്ട്. ആ ദിവസം എത്തിയപ്പോ തന്റെ ഭർത്താവാകുന്ന രാജാവ് അദ്ദേഹം ആഘോഷ പരിപാടികൾക്ക് വേണ്ടി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ഭാര്യ നടത്തി കൊടുക്കുകയാണ്, ഡ്രസ്സുകൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്, വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭർത്താവിനെ ഒരുക്കി യാത്രയക്കാൻ ആവശ്യമുള്ള തയ്യാറെടുപ്പുകൾ മുഴുവനോ ഭാര്യ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭർത്താവ് സ്നേഹത്തോടെ ഭാര്യയോട് പറഞ്ഞു. വല്ലാത്ത സ്നേഹമുള്ള ഭർത്താവ്, ഭാര്യയോട് വലിയ സ്നേഹമുള്ള ഭർത്താവ് ആ ഭാര്യയോട് പറയുകയാണ്, സലീനി ഫമാ തസ്അലീനി ശൈഅൻ ഇല്ലാ അഅ്തൈതുകി.
ഓ പെണ്ണേ, നിനക്ക് എന്ത് വേണമെങ്കിലും നീ ഇപ്പോൾ എന്നോട് ചോദിച്ചോ. എന്നെ സന്തോഷിപ്പിച്ച നിനക്ക് ഞാൻ യാത്ര പോകാൻ ഒരുങ്ങുമ്പോ എനിക്ക് വേണ്ടതെല്ലാം കൃത്യമായി ഒരുക്കി വെച്ച നിനക്ക്, എന്നെ യാത്രയേക്കാൻ ആവശ്യമായതൊക്കെ തയ്യാറാക്കിയ നിനക്ക്, പെണ്ണേ, നിനക്ക് നീ എന്ത് ചോദിച്ചാലും അത് ഞാൻ ഇപ്പോൾ നൽകും കേട്ടോ. രാജാവിന്റെ ഒരു സ്വഭാവം, അദ്ദേഹം ഒരു കാര്യം വാക്തത്വം ചെയ്താൽ വലാ യുഖ്ലിഫു വലാ യക്ദിബു, പിന്നെ അദ്ദേഹം ഒരിക്കലും അത് ലംഘിക്കൂല. അദ്ദേഹം കളവ് പറയൂല, പറഞ്ഞത് ഒരിക്കലും ലംഘിക്കുകയില്ല. രാജാവിന്റെ ഭർത്താവിന്റെ ഈ വാക്ക് കേട്ടപ്പോ ഭാര്യ പറയുകയാണ്, എനിക്ക് ഒരേ ആഗ്രഹമേ ഉള്ളൂ, അത് എനിക്ക് നിങ്ങൾ നിറവേറ്റി തരണം. അതെന്താണ്? ഉരീദു ദമ യഹ്യ ബിനി സക്കരിയ. ആ സക്കരിയയുടെ മകൻ യഹ്യയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ തലയറുത്തുകൊണ്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണേ, കാഴ്ച വെക്കണേ. അതല്ലാതെ വേറെയൊന്നും എനിക്കാവശ്യമില്ല. രാജാവ് വളരെയധികം ആലോചിച്ചുകൊണ്ട് ആ പെണ്ണിനെ, സ്വന്തം ഭാര്യയെ ഈ തീരുമാനത്തിൽ നിന്നൊന്ന് വഴിതിരിക്കാൻ ശ്രമിച്ചു. സലീനി ഗൈറ, വേണ്ട പെണ്ണേ, അത് വലിയ അപകടമാണ്, വലിയ പ്രയാസമാണ്, അതുകൊണ്ട് മറ്റെന്തെങ്കിലും നിങ്ങൾ ചോദിക്കൂ. ആ പെണ്ണിന്റെ മറുപടി ഹുവദാക്ക്, എനിക്ക് വേറെയൊന്നും ആവശ്യമില്ല, നിങ്ങള് ഞാൻ പറഞ്ഞതല്ലാതെ വേറെയൊന്നും നിങ്ങൾ നിറവേറ്റി തരേണ്ടതില്ല. ഒരു നിലക്കും പിന്മാറാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ രാജാവ് ഹുവലക്കി, അത് ഞാൻ നടത്തി തരാമെന്ന് പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തന്റെ പ്രജകളെ രാജാവ് പറഞ്ഞയക്കുകയാണ്. എവിടേക്ക്? ഇതാ യഹ്യ എന്ന് പറയുന്ന കുട്ടി, ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക്, യഹ്യ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് രാജാവ് ആളെ പറഞ്ഞേക്കുകയാണ്, പ്രജകളെ പറഞ്ഞേക്കുകയാണ്. ബഹുമാനപ്പെട്ട യഹ്യ അലൈഹിസ്സലാം وهو في محرابه يصلي وانا الى جانبه يصلي. സക്കരിയ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ യഹ്യ നബിയുടെ ഒരു ഭാഗത്ത് മാറി നിന്ന് നിസ്കരിക്കുന്നുണ്ട്. യഹ്യ അലൈഹിസ്സലാം എന്റെ പൊന്നുമകൻ പള്ളിയിൽ നിസ്കാരം നിർവഹിക്കുന്ന സമയമാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഭാഗത്ത് നിന്ന് ഞാനും നിസ്കരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ പ്രജകൾ വന്ന്, രാജാവിന്റെ പ്രജകൾ വന്നിട്ട് അവർ യഹ്യയെ പിടിച്ചു. ഞാനിങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആളുകൾ വന്ന് യഹ്യയെ പിടിച്ചിട്ട് അതാ അവിടെ അങ്ങ് കിടത്തി. വലിയ ഒരു പിഞ്ഞാണം കൊണ്ടുവന്നിട്ട്, വലിയ ഒരു പാത്രം കൊണ്ടുവന്നിട്ട് ആ പാത്രത്തിലേക്ക് തലയങ്ങ് വെച്ചിട്ട് യഹ്യയുടെ എന്റെ പൊന്നുമകന്റെ കഴുത്തങ്ങറുത്തു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വിശുദ്ധമായ ദീനിന് വേണ്ടി എത്രയാണ് നമ്മുടെ കഴിഞ്ഞുപോയ പ്രവാചകർ വേദന സഹിച്ചിട്ടുള്ളത്, എത്രയാണ് അവരുടെ ശരീരം സംഭാവന ചെയ്തവരെത്രയാണ്, കൈകാലുകൾ സംഭാവന ചെയ്തവരെത്രയാണ്. പൊന്നുമകൻ യഹ്യയെ പ്ലേറ്റിൽ കിടത്തിയിട്ട്, വലിയ പാത്രത്തിൽ കിടത്തിയിട്ട് കഴുത്തറുത്തു കൊല ചെയ്യുകയാണ്. ആ കഴുത്തുമായിട്ട് അവര് പോകുന്നു. വഹുമില റഅ്സുഹു വദമുഹു ഇലൈഹാ. രാജാവിന്റെ ഭാര്യയുടെ മുന്നിലേക്ക് ആ കഴുത്തും രക്തവുമായി കൊണ്ടു ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ
സക്കരിയ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞ ചരിത്രമാണിത്. സക്കരിയ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ലാ സക്കരിയ, ഫമാ ബലഗ മിൻ സബ്രിക, നിങ്ങളെ മുന്നിൽ വെച്ച് നിങ്ങളെ പൊന്നുമകന്റെ കഴുത്തറുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞു? നിങ്ങളതെങ്ങനെ സഹിച്ചു? ഉടനെ സക്കരിയാ നബിയുടെ മറുപടി, ഇല്ല, ഞാൻ എന്റെ നിസ്കാരത്തിൽ നിന്ന് ഒരൽപ്പം പോലും തെന്നിയില്ല, മാറിയില്ല. എന്റെ മകനെ എന്റെ മുന്നിൽ വെച്ച് കഴുത്തെറുത്തു കൊല്ലുമ്പോഴും ഞാൻ ഒരൽപ്പം പോലും നിസ്കാരത്തിൽ നിന്ന് മാറാതെ, ഒരൽപ്പം പോലും നിസ്കാരത്തിൽ നിന്ന് എന്റെ മനസ്സ് തിരിയാതെ റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞ് ഞാൻ നിസ്കാരം നിർവഹിച്ചു. സുബ്ഹാനല്ലാഹ്. എന്റെ മകന്റെ തലയും അവന്റെ രക്തവുമൊക്കെ രാജാവിന്റെ ഭാര്യയുടെ മുന്നിലെത്തി. രാജാവും ഭാര്യയും അനുയായികളുമൊക്കെ വലിയ സന്തോഷത്തിലാണ്. പ്രവാചകരായ നബിയായ യഹ്യാ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളഞ്ഞ സന്തോഷത്തിലാണവര്. ആ സന്തോഷത്തിനിടക്കവരൊരു അഭിപ്രായം പറഞ്ഞു, ഈ മകനെ കൊല്ലുമ്പോഴും ഒരൽപ്പം പോലും ബേജാറ് കാണിക്കാത്ത, പരിഭ്രമിക്കാത്ത ഇവന്റെ ബാപ്പയുണ്ടല്ലോ സക്കരിയ, ആ സക്കരിയയെ കൂടി നമുക്ക് കൊല്ലേണ്ടതുണ്ട്, വധിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്. ശത്രുക്കളെല്ലാവരും കൂടി സംഗമിച്ച് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവർ ഇറങ്ങി തിരിച്ചു. ഫഖറജൂ ഫീ ത്വലബി ലിയഖ്തുലൂനി, എന്നെ കൊല്ലാൻ വേണ്ടി അവർ ഇറങ്ങുകയാണ്. ഫജാഅനി നദീർ, ഒരാള് വന്ന് വിവരം എന്നോട് പറഞ്ഞു, നിങ്ങളെ കൊല്ലാൻ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ബനൂ ഇസ്രായേലുകാരിറങ്ങിയിട്ടുണ്ട്, നിങ്ങളെ അന്വേഷിച്ചവര് നടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. സക്കരിയ അലൈഹിസ്സലാം പറയുകയാണ്, ഓ മുഹമ്മദ് നബിയേ, ഞാനത് കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി. ഞാൻ ഓടുന്നതും കാത്തു നിൽക്കുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് അറിയിക്കാൻ, എന്നെ കുറിച്ചുള്ള വിവരം നൽകാൻ, ശത്രുക്കൾക്ക് എന്നെ കുറിച്ചുള്ള വിവരം കൊടുക്കാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മാറി നിൽക്കുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് ഇബ്ലീസ് കണ്ടു. അവൻ എന്റെ പിന്നാലെ ഓടുകയാണ്. ശത്രുക്കളെ വിളിച്ചുകൊണ്ട് വരൂ, സക്കരിയ ഇതാ ഓടുന്നു, സക്കരിയയെ പിടിക്കാൻ നിങ്ങൾ ഓടി വരൂ എന്ന് വിളിച്ചു പറഞ്ഞവൻ എന്റെ പിന്നാലെ ഓടുകയാണ്. ഞാനിങ്ങനെ ഓടി ഓടി ഓടിയിട്ട് അതാ ഒരു സ്ഥലത്തെത്തിയപ്പോ ഒരു വൃക്ഷം അവിടെയുണ്ട്. ആ വൃക്ഷം രണ്ട് പൊളിയായി മാറി ഇങ്ങ് നിന്നു. എന്നിട്ട് ആ വൃക്ഷം വിളിച്ചു പറയുകയാണ്, ഇലയ്യാ ഇലയ്യാ, ഓ സക്കരിയ, ഇങ്ങോട്ട് വരൂ, എന്റെ ഉള്ളിലേക്ക് കയറി നിന്നോളൂ. ഒരു വൃക്ഷം രണ്ട് പൊളിയായി മാറി നിന്നിട്ട്, വിടർന്ന് നിന്നിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കയറൂ, എന്നിലേക്ക് കയറിയിരിക്കൂന്ന് പറഞ്ഞിട്ട് അതാ എന്നെ വിളിക്കുകയാണ്. ഞാൻ ഉടനെ തന്നെ ആ വൃക്ഷത്തിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി. ഇബ്ലീസ് ഓടി വന്നിട്ട് എന്റെ ഡ്രസ്സിൽ പിടിച്ചു വലിക്കുകയാണ്. ഞാൻ ഉള്ളിലേക്ക് അങ്ങ് കയറിയപ്പോ വിടർന്ന് നിൽക്കുന്ന രണ്ട് പൊളിയായി നിൽക്കുന്ന മരം, ആ വൃക്ഷം രഥാ കൂടുകയാണ്. ഉള്ളിൽ എന്നെയും വെച്ചുകൊണ്ട് അതങ്ങ് കൂടുകയാണ്. ഇബ്ലീസ് പുറത്ത് നിന്ന് എന്റെ ഡ്രസ്സിൽ പിടിച്ചിട്ടുണ്ട്. എന്റെ ഡ്രസ്സിന്റെ അല്പഭാഗം പുറത്തായി പോയിട്ടുണ്ട്. ഓടി
ഓടിവരുന്ന ശത്രുക്കളെ വിളിച്ചിട്ട് അമാറഅയ്തുമൂഹു ദഖല ഹാദിഹി ശജറ, ഓ ജനങ്ങളെ, നിങ്ങൾ സക്കരിയാനെയല്ലേ അന്വേഷിക്കുന്നത്? സക്കരിയ ഈ മരത്തിന്റെ ഉള്ളിലുണ്ട്, കണ്ടില്ലേ അദ്ദേഹത്തിന്റെ ഹാദാ ത്വർഫുരിദഇഹി ദഖല ബിഹി ശജറ, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരൽപ്പം ഭാഗമാണിത്, ഇത് ഞാൻ പുറത്ത് പിടിച്ചു വെച്ചതാണ്. ശത്രുക്കൾ അവിടെ വെച്ചൊരഭിപ്രായോ, ഈ മരത്തിന് നമുക്കങ്ങ് തീയിട്ടാലോ, ഈ മരത്തിന് നമുക്കങ്ങ് തീയിട്ടാലോ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഇടപെട്ടു, വേണ്ട, തീയിടേണ്ട, ഈ മരത്തിന്റെ മേൽഭാഗം, ഇതിന്റെ ചില്ലകളും മേൽഭാഗവും ഒക്കെ അങ്ങ് വെട്ടിമാറ്റിയിട്ട് നല്ല മൂർച്ചയുള്ള ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് മരം ഇങ്ങോട്ട് ഈർന്നെടുക്കാം. അപ്പോൾ അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന സക്കരിയ, ആ സക്കരിയ രണ്ട് പൊളിയായി മാറുമല്ലോ. സഹോദരങ്ങളെ, ഈ മരത്തിന് തീയിട്ടങ്ങ് നശിപ്പിച്ചാൽ ഒരു പക്ഷേ സക്കരിയ നബി അലൈഹിസ്സലാമിനെ അതാ അദ്ദേഹം മരിക്കുന്ന രംഗം കാണാൻ കഴിയില്ലല്ലോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം തീരെ കിട്ടുകയില്ലല്ലോ. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ഇബ്ലീസ് ഇങ്ങനെ ഒരു ഐഡിയ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ശത്രുക്കൾ അത് സമ്മതിക്കുകയാണ്, നല്ല മൂർച്ചയുള്ള വാള് കൊണ്ടുവരികയാണ്, ഈർച്ച വാള് കൊണ്ടുവരികയാണ്. ആ മരത്തിന്റെ മേലെയുള്ള ചില്ലകളൊക്കെ വെട്ടിമാറ്റിയിട്ട് അതിന്റെ മേൽഭാഗത്ത് വെച്ചിട്ട് അതാ ഈരുകയാണ്. മരം സെന്റർ നോക്കി അങ്ങ് പൊളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫവളഅ അല ശജറത്തിൽ മിൻശാറ വഖതഅ ബിനിസ്ഫൈർ, ആ മരത്തിന്റെ മേലെ ഈർച്ചവാളങ്ങ് വെച്ചിട്ട് അത് രണ്ട് പൊളിയാക്കി അങ്ങ് കട്ട് ചെയ്യുമ്പോ ഫലമ്മാ വഖഅൽ മിൻശാറു അലാ ളഹ്രിഹി അന്നാ, ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ തലഭാഗത്ത് എത്തിയപ്പോ, വാള് ശരീരത്തിൽ സ്പർശിച്ചപ്പോ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പച്ചയായ ശരീരത്തില് മൂർച്ചയുള്ള വാളങ്ങ് തട്ടിയപ്പോ ഒരു നിമിഷം ഒന്ന് കരഞ്ഞുപോയി, തേങ്ങി തേങ്ങി കരഞ്ഞുപോയി. അപ്പോഴാണ് റബ്ബിന്റെ സന്ദേശം വരുന്നത്, യാ സക്കരിയ ഇമ്മാ അൻ തകുഫ അൻ അനീനിക, ഓ സക്കരിയ, ഒന്നിരിക്കൽ നിങ്ങളെ കരച്ചിൽ നിങ്ങൾ അവസാനിപ്പിക്കണം. ഔ ഉഖില്ലിബുൽ അർള വമൻ അലൈഹാ, അല്ലെങ്കിൽ ഈ കാണുന്ന ഭൂമി മുഴുവനോ അതിന്റെ മേലെയുള്ള ആളുകളെ മുഴുവനോ ഞാൻ അടിയങ്ങ് മറിക്കും കേട്ടോ. അതുകൊണ്ട് ഒന്നിരിക്കൽ നിങ്ങളെ കരച്ചില് നിങ്ങൾ നിർത്തണം. അതല്ല, നിങ്ങൾ കരയുകയാണെങ്കിൽ ഈ നാട് മുഴുവനും ഞാനങ്ങ് മറിക്കുകയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ഒരൊറ്റ നൃത്തമാണ്. അവിടുത്തെ കരച്ചിൽ നിന്നുപോയി. മരം ഈർന്നീർന്ന് മുറിച്ച് മുറിച്ച് അതിന്റെ കടഭാഗമെത്തിയപ്പോ രണ്ട് ഭാഗത്തേക്കും മരത്തടി മറിഞ്ഞു വീഴുമ്പോ ഓരോ തടിയുടെയും ഭാഗത്തിന്റെ കൂടെ സക്കരിയ അലൈഹിസ്സലാമിന്റെ രണ്ട് ഭാഗവും പൊളിമളിയായി മറിഞ്ഞു വീഴുന്നു.